ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 86ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാനങ്ങനെ 100 days തികക്കണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയ ഒരു ചാലഞ്ച് അല്ല ഇത്. ഞാനൊരു 30 ദിവസം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ അതങ്ങനെ നീണ്ട് പോയി. ഇപ്പോൾ ഒരു 100 days എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് അങ്ങോട്ട് കൂടുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഞാനങ്ങോട്ട് കുറച്ചൊരു 10 കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാനൊരു 7 കിലോയിൽ സ്റ്റെക്ക് ആവാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു 1.5 മന്തിൽ കുറഞ്ഞ വെയിറ്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കൂട്ടുന്നു കേട്ടോ. എൻ്റെ മടിയിൽ ഞാൻ എത്ര വലിയ മടിച്ചിയാണ് ഡയറ്റ് ചെയ്യുന്നതിൽ എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു മടിച്ചിൽ ഞാനൊരു 7 കിലോ 6 കിലോ 6.5 കിലോ കുറഞ്ഞത് ഒരു 89-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 81 82 എന്നുള്ള രീതിയിലാണ് 81 എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ അത് ഞാൻ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് കീറ്റോ ഡയറ്റ് ചെയ്തതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് കുറഞ്ഞത്. വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു മടിച്ചി ആയതുകൊണ്ട് കേട്ടോ. അപ്പം നോർമലി ഉള്ളൊരു ആൾക്ക് പ്രോപ്പറായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മടിച്ചി അല്ലാത്ത നോർമലായിട്ടുള്ള ഒരാൾക്ക് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടൊന്നും തോന്നൂല. നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഞാനൊരു ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്ക് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പ്രോപ്പറായിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഉഴപ്പിയിട്ടാണ് ഞാൻ ഷുഗർ കട്ട് എന്നൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ഡയറ്റ് ഞാൻ ചീറ്റയൊക്കെ ചെയ്താലും ഞാൻ മധുരം കഴിക്കാണ്ട് നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 4-5 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മധുരം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേക്ക് കഴിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തലേന്ന് ഇന്നലെ വരെ ഞാൻ മക്കൾ കുനാഫ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കുനാഫ വരെ കഴിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. എനിക്ക് ഭയങ്കര കുറ്റബോധം, അത്രയും കുറ്റബോധമായിട്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് തുടങ്ങിയതായിരുന്നു. ഇന്നലെ ഇതേപോലെ ഇനിയെങ്കിലും പ്രോപ്പറായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം, 100 days വരെ ഇനി എന്നും വീഡിയോ എടുക്കണം, ഡയറ്റ് കൊണ്ടുപോകണം. ഇനിയെങ്കിലും ഒരു 3 കിലോ കൂടി കുറച്ചിട്ട് ഒരു 10 കിലോ നമ്മൾ ഇതാക്കണം. ഒരു 70ലേക്ക് എൻ്റെ വെയിറ്റ് എത്തിക്കണം. 70 അല്ല കേട്ടോ എന്താ വെച്ചാൽ ഒരു 79 78 എൻ്റെ വെയിറ്റ് കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ആവണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷെ ഒന്നും എൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഇതിൽ പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും എത്തൂല കേട്ടോ. പക്ഷെ ഇന്ന് മുതൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത് ഗായ്സ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ ഞാൻ പേജ് 9 തുടങ്ങിയത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒക്കെ പോവുകയാണെങ്കിൽ ഞാൻ 1.5 മാസം കൊണ്ട് കുറച്ചത് ഞാൻ 2 ദിവസം കൊണ്ട് 89 എത്തിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വരെ ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് ഒന്നും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കോംപ്ലക്സ് ആണ് ഞാൻ കുട്ടികൾ. ഞാൻ ഈ ഒരു ചാലഞ്ച് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നും വെയിറ്റ് കാണിക്കുന്നില്ലേ. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിലും കളതരം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് കണ്ടാലോ? അപ്പോൾ കണ്ടുവരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ വെയിറ്റ് 82.20 ആണ്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വെയിറ്റ് ഈ മാസം, അതായത് ജൂലൈ 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഈ സെയിം വെയിറ്റ് തന്നെയായിരുന്നു കേട്ടോ. അതായത് 82.20 തന്നെയായിരുന്നു എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് അതിൽ മാക്സിമം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ 2 പ്രാവശ്യം എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ നല്ല കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെച്ചാൽ മധുരത്ത് ചായ, കേക്ക് എല്ലാം, ഇപ്പോൾ ഇന്നലെ കുനാഫ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം വെയിറ്റ് 83 വരെയൊക്കെ കണ്ടിട്ടുണ്ട്. 83.60 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ
അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പിന്നെയും കുറച്ച് ഫുഡ് കുറക്കും, പിന്നെയും കഴിക്കും, പിന്നെയും കുറച്ച് ഫുഡ് കുറക്കും. അങ്ങനെയൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ ഇതാ വീണ്ടും തിരിച്ച് നമ്മൾ ജൂലൈ 1 വെയിറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ആദ്യമൊക്കെ ഈ മാസത്തിൻ്റെ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏതായാലും ഇനി ഇങ്ങനെ ഞാൻ ഉഴപ്പി നടന്നാൽ ശരിയാവില്ല എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ കുനാഫയ്ക്ക് നല്ല ഇരുന്ന് ഇവിടെ കാലിക്കറ്റിലുള്ള ചോക്കോലിക്ക് കാലിക്കറ്റിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ആരൊക്കെയാണ് എൻ്റെ പ്രോപ്പർ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതും എവിടെ നിന്നൊക്കെയാണ് എൻ്റെ വീഡിയോ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ചോക്കോലിക്ക് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഇല്ലേ കാലിക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ബ്രൗണീസ്, കുനാഫ, വാഫിൾസ് ഒക്കെ യമ്മിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒരു ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾക്ക് യാദൃശ്ചികമായിട്ട് അവിടുന്ന് പോയിട്ട് അങ്ങനെ കഴിച്ചതാണ്. അപ്പോൾ ഭയങ്കര യമ്മിയായിട്ട് പിന്നെ ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ മക്കൾക്ക് കുനാഫ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, അവിടുന്ന് ഓർഡർ ചെയ്തു. അവിടുത്തെ ചോക്ലേറ്റൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ഞാൻ നല്ല കഴിച്ചിട്ടുണ്ട്, ഞാൻ ആസ്വദിച്ച് നല്ല കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മത്ത് പിടിക്കുക. പക്ഷെ അവിടെ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്ത് കഴിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് അവിടെ പോയി കഴിക്കണതാണ്. അവിടുന്ന് കഴിക്കുമ്പോൾ നല്ല എന്താ പറയുക, അതിൻ്റെ കൂടെ മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പോയി കഴിക്കുമ്പോൾ ഇതെന്തിനാ ഈ കട്ടൻ ചായ എന്ന് വിചാരിക്കും. പക്ഷേ അത് നല്ലൊരു കോംബോ ആണ്. ആ കട്ടൻ ചായൻ്റെ കൂടെ ആ ഒരു ഇതിൻ്റെ കൂടെ ആ കട്ടൻ ചായ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി ചോക്കോലിക്ക് അതന്നെയാണല്ലേ, അതന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് നല്ലൊരു സജഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ രാത്രിയും കൂടെയാണ് കഴിച്ചത്. ഏതായാലും അതൊക്കെ ഞാൻ മനസ്സറിഞ്ഞ് കഴിച്ച് ഇന്ന് വീണ്ടും ഡയറ്റിലോട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനിയൊന്നും കഴിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞ് നീട്ടി വലിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പഴയ എഗ്ഗും ഫ്രൂട്ട്സും, ഇന്ന് ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ചോറൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്ന് അതൊന്നും കഴിക്കില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ. ഹസ്ബൻഡ് കുറച്ച് ഓഫ് റോഡിങ് പരിപാടികളിലേക്കൊക്കെ ആയിട്ട് 2 ദിവസം അങ്ങനത്തെ ഇവിടെ പോയതൊക്കെയാണ്. കോഴിക്കോട് തന്നെയാണ്, പക്ഷെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. പിന്നെ മക്കൾ രാവിലത്തെ ഇന്ന് ശനിയാഴ്ചത്തെ വീഡിയോ ആണല്ലോ. അപ്പം മക്കൾ രാവിലെ തന്നെ ഇത് പറഞ്ഞ കളി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ടോട്ടോ എൻ്റെ ഒപ്പം തന്നെ എൻ്റെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ എൻ്റെ ഒപ്പം തന്നെ ഇരിക്കുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എൻ്റെ ഡയറ്റ് ഇന്നെങ്കിലും പ്രോപ്പറായിട്ട് ഞാൻ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളെ വെയിറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നുണ്ടോ, ഒക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ സുജി ഇല്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഞാനും ഭയങ്കര ലേറ്റായിട്ടാണ്, ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എഴുന്നേൽക്കാനും. പിന്നെ മക്കൾ എഴുന്നേറ്റ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ വളരെ ലേറ്റ് ആയിട്ടുണ്ട്. 11 മണിയൊക്കെ ആയിട്ടുണ്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ. അപ്പോൾ അതുവരെയൊക്കെ ഞാൻ വെള്ളം കുടിച്ച് നടക്കാന്നല്ലാണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും. ഇന്ന് മൈദദോശയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈദദോശ, പക്ഷെ സുജിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് മൈദദോശ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കണ ഒന്നല്ല. അപ്പോൾ
സുജി ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഞാൻ ഇന്ന് എഗ്ഗ് സ്ക്രാമ്പിൾഡ് ഉള്ള ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്താ പറയുക, അതിലേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് എന്താ പറയുക ഒന്ന് റോസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ചീസും കൂടി എടുത്തിട്ട് കുറച്ചൊന്ന് ഹെവി ആക്കി എടുത്തിട്ടാണ് കഴിക്കണത് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് എന്തോ ടൊമാറ്റോൻ്റെ രുചി ഇഷ്ടമല്ല. അപ്പം നാളെ ഈ ടൊമാറ്റോനൊന്ന് ഒഴിവാക്കി എടുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടത്തുന്നപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്നിട്ടൊന്നല്ല, ഒരു രസം. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാം റുട്ടീനാവുക. അല്ലാന്നുണ്ടെങ്കിൽ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. കുറേ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഞാൻ അവിടെ ഇങ്ങനെ ഇട്ട്, പിന്നെ എന്താ പറയുക, മക്കൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾ ഫുള്ള് എല്ലാം മെസ്സാക്കി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരു 1.5 ഡൈനിങ് ടേബിളാണ് കേട്ടോ ഈ വീട്ടിലെ. എല്ലാ സാധനം എന്തെങ്കിലും കാണണ്ട ഈ ഡൈനിങ് ടേബിൾ വന്ന് തിരഞ്ഞാൽ മതി. എല്ലാ സാധനങ്ങളും ആധാർ കാർഡ് തൊട്ട് എന്ത് സാധനം മിസ്സായാലും ഈ ഡൈനിങ് ടേബിളും ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഫുൾ മക്കളെ ടോയ്സും ഗാഡ്ജറ്റ്സും തുണി മടക്കി വെച്ചതും ചെക്ക് ബുക്കും എല്ലാ സാധനവും ചാർജേഴ്സും മക്കളെ പെൻസിലും റേസറും എല്ലാ സാധനങ്ങളും ഒക്കെ ഇതുമുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം തൊട്ട് ഫുള്ള് ഓരോരോ റൂമിലേക്ക്, എൻ്റെ റൂമിലേക്കും മക്കളെ റൂമിലേക്കും അടുക്കളയിലുള്ളത് അടുക്കളയിലേക്കും ഓരോരുത്തർ ചായ കുടിച്ചതൊക്കെ എല്ലാം ഓരോരോ ഗ്ലാസും എന്താ പറയുക സ്നാക്ക് ബോട്ടിൽസും എല്ലാം ഈ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒന്നും കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടുവെക്കാനുണ്ടാവും. അതാണ് ഈ വീട്ടിലൊരു അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു 5-6 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള വാട്ടർമെലനായിരുന്നു. അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 7 മണി ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഓട്സ് അങ്ങനെ എന്തെങ്കിലും കാച്ചിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മക്കൾക്ക് ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിൽ എന്താ പറയുക രാവിലത്തെ മൈദദോശ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാരി കൊടുത്തപ്പോൾ അതിന്ന് എന്താ പറയുക ഒരു 2-3 ഉരുള ഞാൻ അറിയാണ്ട് ആ കൊതിയിലെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വാരി കൊടുത്തപ്പോൾ നമ്മൾ ശീലം മാറ്റാനാവില്ലല്ലോ. ഒരുപാടൊന്നുമില്ല, ഒരു 2-3 പീസ് ഉരുള കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ പിന്നെ കഴിച്ചതിന് ശേഷം ഭയങ്കര ഒരു കുറ്റബോധം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി പിന്നെ വേറൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സ് ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി വാട്ടർമെലൺ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വെള്ളം കുടിച്ച് നടന്നു, ഇനി ഓവർ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതെന്താ സംഭവം, ഈ വേഫിൾസൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് കണ്ട് കണ്ണുരുട്ടി നോക്കണ്ട. ഇത് മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ കുറച്ച് കുനാഫ അത് ഇതൊക്കെ വാങ്ങിയത് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇന്നലെ ബ്രൗണിയും കുനാഫയും പിന്നെ ഈ ഒരു സംഭവം 3 ഐറ്റംസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുനാഫയും ബ്രൗണിയും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഫ്ലാറ്റ് മത്ത് പിടിച്ച് ഞങ്ങൾ 3 ആളും 3 വഴിക്ക് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വേഫിൾസ് ഞങ്ങൾ ഇന്നലെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് മക്കൾക്ക് ചൂടാക്കി കൊടുക്കുകയാണ്. ചോക്ലേറ്റും ചൂടാക്കി ഞാൻ അവർക്ക് കഴിക്കാൻ പാകത്തിന് ഇത് മുകളിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ആരും എന്നെ ഉണ്ടാക്കണോണ്ട് നോക്കി പേടിപ്പിക്കേണ്ട, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കൊതി വന്ന് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ, നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് കേട്ടോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യാണ് കേട്ടോ. 10-11 മണിക്കും ഒക്കെ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്യുമായിരുന്നു. സുചിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ ലേറ്റ് നൈറ്റായിട്ടും ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഒന്ന് മേല് കഴുകണം, കിടക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് രാത്രി ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ നാളെ പിറ്റേന്നെങ്കിലും ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന ഒരു ചെറിയൊരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്താൽ മേല് കഴുകുക, കിടക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വെയിറ്റും എന്തൊക്കെയാണ് കഴിച്ചതും ഒക്കെ ഉള്ള വീഡിയോ കാണാം. ബൈ ബൈ.